ഓരോ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഓരോ പരീക്ഷാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ പരീക്ഷിക്കുന്നവരുണ്ട്, ഓരോ നല്ല കാര്യങ്ങൾ കണ്ണുനീരിനെ പ്രതീക്ഷിക്കുന്ന ആ ഒറ്റ ആശ്രയത്തിൽ മാത്രം അവർ അവലംബം വെച്ച് നിൽക്കുകയാണ്. അമ്മ അവരെ ഇച്ഛാഭംഗത്തോടെ വേദനിക്കാൻ അനുവദിക്കരുത്, പിന്തിരാൻ അനുവദിക്കരുത്. അവർക്ക് വേറെ ആരുമില്ല, മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരു അവസാനത്തെ അവസ്ഥയിൽ കർത്താവ് വിഷമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം കൃപാസനം ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യേശു നാമത്തില് നിന്റെ കണ്ണുനീരുകള്, നിന്റെ പ്രാർത്ഥനകള് ദൈവത്തിന്റെ നാമത്തില് ഉത്തരങ്ങൾ ലഭിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായി മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, മക്കളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, മക്കളുടെ അന്യ വ്യക്തികളെ പ്രണയിക്കുന്ന മൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരിതങ്ങൾ, കുടുംബം നേടിയെടുത്തും ആശിച്ചതെല്ലാം തകർന്നുകൊണ്ട് മക്കൾ തകർത്ത് കളയുന്ന മക്കൾ, അവരോർത്ത് ചങ്ക് പൊടിയുന്ന മാതാപിതാക്കന്മാർക്ക് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഉത്തരം നൽകട്ടെ. ശ്രുതികട ഹല്ലേലൂയ കർത്താവേ, വിസ ലഭിക്കാത്തവരും ലഭിച്ച വിസ പുതുക്കി കിട്ടാതെ വേദനിക്കുന്നവരും, വീടും സ്ഥലവും പണയം വെച്ച് പോയിട്ട് അവർക്ക് അവസാനം ഓരോരുത്തരും എത്താതെ തിരികെ പോരാൻ പോകുമ്പോൾ, നാട്ടിൽ വന്ന കടം കയറി മുടിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്കലാക്കപ്പെടുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്ക് തുണയാകുകയും നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപാസ്ഥാനത്താരെ സാക്ഷിയായി ദൈവം നിങ്ങൾ ഉയർത്തുകയും ചെയ്യട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ദൈവമേ നന്ദി മഹത്വം ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിത പരാജയം, തൊഴിൽ പരാജയം, കാർഷിക വൃത്തി, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ, എല്ലാ മേഖലകളെയും കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനെല്ലാം വേണ്ടി വൃഷണത്തിൽ ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇംഗ്ലീഷ് അക്ഷരം കെ എന്ന് മാത്രം കാണിക്കുന്നു. എനിക്ക് അതിൻ്റെ വിശദീകരണങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ കെ എന്ന പേരിൽ തുടങ്ങുന്ന വ്യക്തികളും കെ എന്ന വിഷയത്തിൽ തൊഴുന്ന മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജോലികൾ, എന്തായാലും ആ മേഖലയിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തടസ്സങ്ങൾ മാറുന്ന ശ്രുതികട ഹല്ലേലൂയ വെള്ളപ്പൊക്കിൻ്റെ അസുഖം, ഡിസ്ചാർജിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിസ്ചാർജിൻ്റെ അസുഖങ്ങൾ, ഓരോരോ ശരീരത്തിൻ്റെ യന്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജുകൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ സദയം തൊടേണേ സുഖമായി. ഇടത് കൈപ്പടത്തെ കർത്താവ് കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം മെസ്സേജ് വരുന്നു. പക്ഷേ ഇപ്പോഴൊരു സിസ്റ്റുള്ള വ്യക്തികളെയും കാണിക്കുന്നുണ്ട്. സിസ്റ്റ് ഇടത് കൈപ്പടത്തിൽ സൂക്ഷിച്ചു പോണതോ എന്തോ രോഗമാണെന്ന് അറിയത്തില്ല. ആ കർത്താവിനെ സുഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റുകളുള്ളവർ സിസ്റ്റുള്ള സ്ഥലത്ത് കൈവെക്കണം. ചിലപ്പോൾ തലയിലാകാം, തൊണ്ടയിലാകാം, ഗർഭപാത്രത്തിലാകാം, എവിടെയാണോ കുടലിലാകാം.
എവിടെയാണ് സിസ്റ്റം ഉള്ളത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. എല്ലാവരും മുട്ടേനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉള്ളുരുകി മൗനമായി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നത്? നിങ്ങൾ വന്നതല്ല, കർത്താവ് നിങ്ങളെ വരുത്തിയതാണ്. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് മൗനമായി ഉള്ളുരുകി പ്രാർത്ഥിക്കുക. അതിൻ്റെ മധ്യസ്ഥ ഈശോയോട് പ്രാർത്ഥിക്കുക. നമുക്ക് സമാപന ആശീർവാദം എടുക്കാം. മുട്ടേന്നിക്കുക. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ ആവേ 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 മരിയ. ചില ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. കാര്യം ദൈവസ്നേഹം ഉള്ളവന് വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് മാറണത്. ഇപ്പം നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധി നമ്മൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട്, അതായത് ഈ ജെയ്മി അവസാനം പറയുന്നൊരു വാക്ക് ഞാനിവിടെ ചുവപ്പ് മഷി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്നറിയാമോ? ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ വർത്താനാ പറയണേ? എന്താ പറഞ്ഞിരിക്കണ അവർ? ദൈവസന്നിധിയിൽ കണ്ണുകൾ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും. അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം. അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അതിലെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ട്. എന്താ കാര്യം? ഞാൻ ദൈവതിരുസന്നിധിയിൽ കണ്ണുകളുടെ എടുത്ത് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം എന്നാണ് അവർ പറയണത്. ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയത്. കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ഞെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. കന്നഡയും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും ഹിന്ദിയും അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പതർച്ചൊന്നും ഇല്ലാതെ കർത്താവിന് സുവിശേഷ വേല. അപ്പോൾ ഇത് ചെയ്യണത് എന്താണ്? ഇത് ചെയ്യണത് ഇവർ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. 12 മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് അവരുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത്തിരി സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല. അതാണ് പിന്നീട് അവർ ഈശോയോട് പറയുന്ന ഒരു കാര്യം. എനിക്കിത്തിരി സമയം, ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണ്ടേ. തന്നെയല്ല വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഒക്കുലർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട്. കണ്ണിൻ്റെ മസിൽ കടിക്കും. അപ്പം അത് കണ്ണിന്, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ മസിൽ വെട്ടിക്കയറ്റെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ കണ്ണിൻ്റെ മസിൽ പിടിക്കും. അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ 12 മണിക്കൂർ ജോലി ചെയ്യണത്. ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോണത്. അപ്പോൾ ഈശോയോട് മനസ്സിലൊന്ന് വിചാരിക്കും, എന്താണ്, എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ പ്രേക്ഷിത വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല. നിയമപരമായിട്ട് അവർക്ക് പ്രൊമോഷന് 3 കൊല്ലം കൂടി വേണം.
പക്ഷെ എന്ത് ചെയ്ത് ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയാണ്. ദൈവം ഇങ്ങനെ വളരെ ഇങ്ങനെ കണ്ണെ കാണാവുന്ന പോലെയാണ്. നമ്മൾ ഈ പാത്ത് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മുമ്പ് വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ. ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം. നിങ്ങളൊന്നും ഒളിച്ച് കളിക്കണില്ല. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തിന് തോന്നണം. പല ആൾക്കാർക്ക് ഉടമ്പടി ചുറ്റിക്കളിയാണ്. എന്താണ്? ആ തൽക്കാലം ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികെത്തിക്കലും ഒരു ഓട്ടം പിടുത്തമൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അഭ്യാസം ഇനി നടക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ, പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി. അവരെന്താണ്? സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിന് അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താ പറ്റി? അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ഉടമ്പടിയുടെ രീതി എന്ന് തന്നെ എന്താണ്? സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മരിയൻ കണ്ടന്റ്. ഉടമ്പടിയുടെ മരിയൻ കണ്ടന്റ് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ്? ആകാത്ത സമയമാണ് വിഷയം. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ സമയത്തിൻ്റെ മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേ, ഈ ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത്? ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇത് വേണ്ടി ആർക്ക് ചെയ്യണം? ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ, ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോടൊരു പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്ന്. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്? ഒരു കസ്റ്റമേഴ്സ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമേഴ്സ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ച് ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത്
വില്ലേജ് ഓഫീസിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാൻ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും. നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം. അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്. അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. ഞാൻ ഈ ഉടമ്പടി തൈലം ചേച്ചിക്ക് കുരിശരിച്ചു കൊടുത്ത് ഞാൻ ഉപ്പ് വായിലിട്ട് കൊടുത്ത് എന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞു, ചേച്ചി മാതാവിനെ ഞാൻ ചേച്ചിയുടെ കൂടെ വിടണേണ്, ചേച്ചിക്ക് ഡയാലിസിസ് ചെയ്യുമൊന്നും വേണ്ടില്ല. ചേച്ചി കുറച്ച് കാലവും കൂടി ഇങ്ങനെ ഞങ്ങളുടെ ചേച്ചിയായിട്ടും പിള്ളേർക്ക് അമ്മയായിട്ടും ജീവിച്ചു കണ്ടാൽ മതി. കുറേ കാലമൊന്നും ഞാൻ മാതാവിനോട് ചോദിക്കുന്നില്ല, സുഖമായിട്ടിരിക്കണം. അത് മാതാവ് എനിക്ക് സാധിച്ചു തരും ചേച്ചി, ഞാൻ ചേച്ചിനെ മാതാവിനെ കൂടെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ചെന്നപ്പോൾ ചേച്ചിനോട് ഡയാലിസിസ് ചെയ്യണ്ട, നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് അങ്ങനെ ക്രിയാറ്റിൻ കുറഞ്ഞ് 4.5 ഒക്കെ ആയി. എന്തിന് പറയണം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ടും എനിക്ക് നടന്നില്ല, തിരക്കൊക്കെ കാരണം ഞാൻ പോയി. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ചേച്ചി പെട്ടെന്ന് വരണേണ്, എനിക്ക് മാതാവിനെ കാണണം, എനിക്ക് മാതാവിനോട് നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന്. ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് അങ്ങോട്ട് ഹെൽത്ത് കൊണ്ട് അത്ര ഇതായിട്ടില്ല എങ്കിലും ചേച്ചി ഇപ്പോൾ സുഖമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി മാതാവിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയ സാക്ഷ്യം. പിന്നെ രണ്ടാമതായിട്ട് ഇതേപോലെ 2020 ആയപ്പോൾ എൻ്റെ ഒരു ബ്രദറിന് ഇതേപോലെ പനി വന്ന് ഒരാഴ്ച ഭയങ്കര ഇതായിട്ട് കിടന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊറോണ ഇരിക്കുമെന്ന് വിചാരിച്ച്. പിന്നെ അവന് രാത്രിയൊക്കെ ആകുമ്പോൾ വിറവലൊക്കെ വരും. അങ്ങനെ കൊണ്ടുപോയി ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ നിന്ന് മടങ്ങി വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആംബുലൻസിൽ ഞാനും കൂടെ ഇരുന്ന് ഞാൻ അമ്മയുടെ കാശുരൂപം പിടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് മെഡിക്കൽ ട്രസ്റ്റ് വരെയും ചെന്നത്. അപ്പോൾ ഒക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും, ഇവനെ ഇങ്ങനെയൊക്കെ എത്ര ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് അമ്മ അവനെ നടത്തി ഇറക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നിന്ന് അന്നവിടെ ICUവിലാക്കി. അങ്ങനെ ICU തന്നെ ഇരുന്ന് 25% എല്ലാ ഓർഗൻസിനും വർക്ക് ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഭർത്താവ് വളരെ ചെറുതിലേ എനിക്ക് മരിച്ചു പോയതാണ്, എൻ്റെ മക്കൾ അപ്പനില്ലാത്ത വിഷമം ഇപ്പോഴും അവർ പറയുന്നുണ്ട്, ഒരു കല്യാണം കഴിച്ചെങ്കിലും. അതേപോലെ മറ്റൊരു മക്കൾ അങ്ങനെ വിഷമിക്കാൻ ഇടവരരുതാണ് മാതാവേ. അവർക്ക് അവൻ്റെ മക്കളൊന്നും ആയിട്ടില്ല, അപ്പോൾ അവരൊക്കെ ഒരു ഇതിലേക്കായിട്ട് അതാകണം മാതാവി, അത് അവൻ ജീവിച്ചിരുന്നാലേ പറ്റുള്ളൂ, അതുകൊണ്ട് മാതാവി ഇടപെടണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കണ ആൾ, ഞാൻ അവന് വേണ്ടി ഒരു ദിവസം കൂടി കൂടുതൽ എടുക്കാമേ, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അമ്മ നടത്തി അവനെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഈ കാശുരൂപം തരാം, നീ ICU കയറുമ്പോൾ തലക്കൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, അമ്മ സൗഖ്യം തരും, ആൾ നടന്നതിന് വരുമെന്ന് പറഞ്ഞു. അതും അമ്മ നടത്തി തന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ നടന്ന്. ഇപ്പോൾ ആൾ നല്ല സ്മാർട്ടായിട്ട് പഴയ ജോലിക്ക് തന്നെ പോകുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല.
പിന്നെ എനിക്കുള്ളത്, ഞാൻ 28 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ മൂക്കുപൊടി വലിക്കണത്. എനിക്കതില്ലാതെ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചെന്ന്. പിന്നെ 2 കുഞ്ഞു മക്കൾ, കുറച്ച് നാത്തൂമാർ, അമ്മയ്ക്കാണെങ്കിലും അത്ര സുഖമില്ലാത്തൊരു അമ്മായിയമ്മ, തലയ്ക്ക് ഓർമ്മയില്ല. അപ്പം എനിക്ക് കൂടെ എനിക്ക് തലയ്ക്ക് എനിക്കെന്തോ പോലെയാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പോയി തലയിൽ കുറേ വെള്ളമൊക്കെ കോരിയൊഴുക്കി. എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും ദൈവമേന്ന്. അപ്പം അങ്ങനെ എങ്ങനെയോ ഞാനിത് പഠിച്ച്. പക്ഷെ മൂക്കുപൊടി ഇല്ലാതെ എനിക്ക് പറ്റില്ല, എനിക്കെന്തോ പോലെയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് 2019 ഉടമ്പടി എടുത്തെങ്കിലും എല്ലാവരും ഇത് നിർത്തണം എന്നൊക്കെ ഓരോന്ന് നിർത്തുന്നു പറഞ്ഞ് സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. എനിക്കെന്തുകൊണ്ടാണ് അമ്മ ഇത് പറ്റാത്തതെന്ന് പറഞ്ഞ്. പക്ഷെ പയ്യെ അമ്മ അത് എന്നിൽ നിന്ന് അത് മാറ്റി എന്നുള്ളതാണ്. എങ്ങനെയും ഞാൻ പോലും അറിയാതെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു, അത് ഓർക്കേയില്ല. അപ്പം ഞാനോർത്ത് ഇത് ഞാൻ മറന്നു പോകുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഇതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതി. അങ്ങനെ ഞാൻ അത് ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു വലിയ കൃപ തന്ന് എന്നെ അനുഗ്രഹിച്ച്. പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനൂടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കും. അതിന് യാതൊരു സംശയമില്ല കേട്ടോ. എല്ലാവർക്കും മാതാവ് കൈനിറച്ച അനുഗ്രഹങ്ങൾ തരും. നമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ ഓടി ഇവിടെ വരും, അമ്മയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോകും. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് മനസ്സിന്. അങ്ങനെ എന്നെയും എൻ്റെ മക്കളെയും എല്ലാവരെയും, ഞാൻ കാരണം ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി.